അതേസമയം മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുമായുള്ള വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇഡി പോകുന്നുണ്ട് എന്നുകൂടി അറിയുന്നു. വീണയ്ക്ക് കൂടുതൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. വീണ ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ സ്വത്തുക്കളിലും വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. റെയ്ഡിൽ പിടിച്ചെടുത്ത CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നുള്ള നടപടിക്കും ഇഡി തുടക്കം കുറിച്ചു. ശരൺ എസ് ശരണാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ശരൺ, അതാണ് ഈ റിയാസിന്റെ സുഹൃത്തുക്കളുമായി പണമിടപാട് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കോൾ എന്ന് പറയുമ്പോൾ അത് വാട്സപ്പ് കോൾ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? വലിയ രീതിയിലുള്ള ഒരു പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? വിനീത, വലിയ രീതിയിലുള്ള പണമിടപാടുകൾ നടന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വീണയുടെ ഡയറിയും കുറിപ്പുകളും അത് പിടിച്ചെടുക്കുന്നത് കഴിഞ്ഞ മെയ് 27-ന് വീണയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ്. അതിന് പിന്നാലെയാണ് 20 കോടിയുടെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് ഇഡി വാർത്താക്കുറിപ്പായി ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെയാണ്, ആ ഡയറിയിൽ നിന്നാണ് ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുമായിട്ട് വീണ നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിരുന്നത്. അതിലേക്കാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വീണയ്ക്ക് കൂടുതൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ളതാണ്. ഇതിനകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് വീണയുടെ സ്വന്തം കമ്പനിയായ എക്സാലോജിക്കിന് പുറമെ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനിയിൽ വീണയ്ക്ക് നിക്ഷേപമുണ്ട്, വീണയ്ക്ക് പങ്കാളിത്തമുണ്ട്. 10 ലക്ഷം നിക്ഷേപിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് ചില കമ്പനികളുണ്ടെന്നും ഈ കമ്പനികളിൽ വീണയ്ക്ക് പങ്കാളിത്തമുണ്ടോ എന്നുള്ളത് ഇഡി പരിശോധിച്ചു വരുന്നത്. പ്രധാനമായും CMRൽ നിന്ന് ലഭിച്ച പണം അത് ഈ കമ്പനികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത വരുത്തുകയാണ് ഇഡിയുടെ ലക്ഷ്യം. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിശദമായ റെയ്ഡ് നടന്നപ്പോൾ പി നിഖിലിന്റെ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിന്റെ വീട്ടിൽ റെയ്ഡുകൾ നടക്കുകയും ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പുറമെ മറ്റൊരു മൊബൈൽ ഫോണും സിമ്മും നിഖിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഹവാല ഇടപാടുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അത്തരത്തിൽ ഈ സിം ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്താൻ ഇഡി ശ്രമിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഏതായാലും ഇഡി അന്വേഷണം തുടരുകയാണ്. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, ഇഡിയുടെ അപസർപ്പക കഥകളാണെന്നാണ് CPMന്റെ വാദവും.